ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നമ്മളൊരു പാർട്ടി ഓർഡറിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കൂടുതൽ കസ്റ്റമേഴ്സും പാർട്ടി ഓർഡറിനെ അങ്ങനെ ചൂസ് ചെയ്യാത്തൊരു കേക്കാണ് നമ്മളിന്ന് ചെയ്യണത്. ഹണി നട്ട്സ് കേക്കാണ് കേട്ടോ. അപ്പം ഹണി നട്ട്സ് കേക്ക് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. പക്ഷേ പാർട്ടി ഓർഡറിനൊന്നും അങ്ങനെ ആരും അങ്ങനെ പറയാറില്ല കേട്ടോ. ഈ കേക്ക് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓഫീസിൽ ഞങ്ങളുടെ MDയുടെ മുകളിലെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ട് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് 3 kg വെയിറ്റ് വരണ ഹണി കേക്കാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എല്ലാ പ്രാവശ്യവും നമുക്ക് ചോക്ലേറ്റിൻ്റെ വെറൈറ്റീസാണ് എപ്പോഴും ഓർഡർ ചെയ്യാറുള്ളത്, അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾ വരുമ്പോൾ. അപ്പം ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് വെറൈറ്റി ആയിട്ട് ഹണി കേക്ക് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ നല്ല കോൺഫിഡൻസോടെ ഏറ്റെടുക്കണ കേക്കുകളൊന്നാണ് കേട്ടോ ഹണി കേക്ക്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഹണി കേക്കിനൊക്കെ നല്ല അഭിപ്രായമായിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയായിരുന്നു ഹണി കേക്ക് എന്ന് പറയുന്നത്. 3 kg സ്ക്വയർ മോഡലാണ് നമ്മൾ ചെയ്തെടുക്കണത്. അതിനായിട്ട് 1.5 kg വെയിറ്റ് വരുന്ന 2 ഹണി കേക്കാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് കട്ട് ചെയ്തിട്ടാണ് 3 ലെയറാക്കിയിട്ട് നമ്മൾ വലിയൊരു കേക്ക് ഉണ്ടാക്കണത്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഫില്ലിങ്സിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ ഹണി കേക്കിൽ ഫില്ലിങ് ചേർക്കണത് ഹണി തന്നെയാണ്. അതിൽ വേറൊന്നും ആഡ് ചെയ്യാറില്ല. ഇപ്രാവശ്യം ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നട്ട്സും ചോക്കോ ചിപ്സും. ഹണി നട്ട്സ് കേക്ക് എന്ന് പറയുമ്പോൾ അതിൽ നട്ട്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കാഷ്യൂ നട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ലെയറും ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മിൽക്ക് മെയ്ഡും ഹണിയും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം ഓഫീസിലെല്ലാവരും നല്ല ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത്. സ്ക്വയർ കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടഫായി തോന്നുന്നത് ഫിനിഷ് ചെയ്യണ സമയത്ത് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നമ്മുടെ കട്ടി നൈഫ് യൂസ് ചെയ്തിട്ടാണ് സൈഡ് ഭാഗം ഫിനിഷ് ആക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫിനിഷായി കിട്ടുകയും ചെയ്തു. അടുത്തായിട്ട് ഇനി നമ്മൾ എന്താണ് ഡെക്കറേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ 1-2 മോഡൽസൊക്കെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ നോക്കി അതിൽ നിന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡെക്കറേഷൻ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 1-2 ഫോട്ടോസൊക്കെ നോക്കി റെഫറൻസ് ചെയ്തിട്ട് അതിന് ഞാൻ എടുത്തിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അതിനിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഷോപ്പിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ അങ്ങനെ കവർ ചെയ്ത് കിട്ടില്ലേ. അപ്പം ഇത് നമ്മുടെ കേക്ക് ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് നമ്മൾ ഒരു തേനീച്ച കൂടിൻ്റെ ഒരു ആകൃതിയിൽ കിട്ടുന്ന രീതിയിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ 2 ടൈമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് നമ്മൾ 4 പീസസായിട്ട് എടുത്തിട്ട് 4 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഹണിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഓഫീസ് വിട്ട് വന്നിട്ടുള്ള ഗ്യാപ്പിലാണ് നമ്മൾ ഓരോന്നായിട്ട് ഡെക്കറേഷൻസ് ചെയ്തെടുക്കണത്. അപ്പം അധികം ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്പീഡിൽ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ കുറച്ച് ഹണി ബീസിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഫോണ്ടനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അത് ഞാനിങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ എത്ര എണ്ണം വരും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമുള്ളത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ നമ്മൾ സെയിൽ ചെയ്യണതിൻ്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ ചെയ്യണത്. മോർണിംഗ് നേരത്തെ അനുസരിച്ചാണ് ചെയ്യണത്. അപ്പം ഫോണ്ടൻ്റ് ഞാൻ കറക്റ്റ് ഫോണ്ടൻ്റ് ഹണി ബീസൊക്കെ നമ്മൾ കറക്റ്റ് സെയിൽ ചെയ്യണത് തൊട്ട് മുന്നാണ് ഞാൻ വെച്ച് കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ വീണ്ടും അതിലൊരു വാട്ടറിൻ്റെ ഒരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് തൊട്ട് മുന്നേ ഞാൻ വെച്ച് കൊടുക്കണത്. ആക്ച്വലി ഞാൻ കുറച്ചധികം ഹണി ബീസിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ബോക്സ് ആക്കിയിട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ ഇതന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വെച്ച് കൊടുക്കാൻ നിന്നില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, കേക്കിൻ്റെ ക്രംസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് മോൾ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ പൊടി പോലെ ഇട്ട് കൊടുത്തിരിക്കണത്. പിന്നെ സെൻട്രലായിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നെയിം എഴുതാൻ വേണ്ടിയിട്ട് സ്പേസ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതെടുത്ത ശേഷം പിന്നെ അവിടെ ഒരു ബോർഡ് ഡെക്കറേഷൻ പോലെ ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ക്രീം ആയതുകൊണ്ട് പൊടിയിലോ തീരെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നോസിലൊന്ന് ജസ്റ്റ് കുത്തി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് അത് ഒട്ടിപ്പിടിക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ശേഷം നമ്മൾ ആ സ്പേസിൽ ബർത്ത്ഡേ വിഷസും നെയിമൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പം ഇതോടെ നമ്മുടെ സ്ക്വയർ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ നമുക്ക് ഒരു 80 കട്ട് പീസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാഞ്ചോ കേക്കിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് ബർത്ത്ഡേ ഗേളിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പം അതും ഇതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. 1 kg കേക്കിന് 1.5 kgയുടെ വലുപ്പത്തിൽ നീട്ടി പരത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 ലെയർ കിട്ടും. അതെന്നാണ് നമ്മൾ 40 പീസ് എടുക്കണത്. അപ്പം ഒരു സൈഡിൽ 8 ഒരു സൈഡിൽ 5 അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണത്. അപ്പം അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അതിനുശേഷം ഒരു കേക്കിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ക്രീം വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. വേറൊരു കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ചോക്ലേറ്റ് ചിപ്സും കൊണ്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണത്.
അപ്പം വേഞ്ചോ കേക്ക് ആകുമ്പോൾ നമ്മൾ മുകളിൽ തന്നെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വേഞ്ചോ ചെയ്തുകൊണ്ട് നമുക്ക് വല്ലാണ്ട് ഇങ്ങനെ തല പോയിക്കേണ്ട ആവശ്യമില്ല എന്ത് ഡെക്കറേഷൻ കൊടുക്കുന്നുള്ളത്. അതിൻ്റെ തന്നെ ഐഡൻറ്റിറ്റി ഡെക്കറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹണി നട്ട്സ് കേക്കിൻ്റെയും വാഞ്ചോ കേക്കിൻ്റെയും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 2 കേക്കിനും നല്ല അഭിപ്രായമായിട്ട് കിട്ടിയത്. ഭയങ്കര അധികം ഹാപ്പിയായി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പം ഇത്രയോട് നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഫസ്റ്റ് ടൈം കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.